ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നിട്ട് ഇതാ ഫ്രഷപ്പ് ആവുകയാണ്. ഷുട്ടു ഇപ്പോൾ എണീച്ചിട്ടില്ല, എന്നാലും ഫ്രഷ് ആവട്ടെ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താന്ന് നോക്കിയാലോ. നല്ല പുട്ട് ആൻഡ് മുട്ടക്കറിയും പുട്ടുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ ഫുഡ് കഴിക്കാനായിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടില്ല. ബിക്കോസ് ഞാൻ ഗുളിക മേലെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ താഴെ ഇപ്പം വന്നിട്ട് കുടിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം. ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോഴേക്ക് തന്നെ ഷുട്ടു എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ച് വരുമ്പോൾ അപ്പം തന്നെ ആൾ പിന്നാലെ എണീച്ച് വന്നോളും. എങ്ങനെയാണ് രാവിലെ തന്നെ കൊമ്പത്ത് കയറിയ ആള് തൊക്കിൻ്റെ പറ തൊബിൻ്റെ പറ അവിടെ ഉണ്ട്. നോക്കാതെ നമുക്ക് ടോബിനെ നോക്കി. അതിനെന്തിനാണിപ്പോ കടയിൽ ചെയ്യൂ. നമുക്ക് ടോബി ലോക്കി ഉണ്ട് കേട്ടോ, നമ്മൾ നോക്കട്ടെ. ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. ആ നോക്കട്ടെ, നമ്മൾ നോക്കാൻ പറഞ്ഞില്ലേ. ഇവന് നോച്ച് കേൾക്കുന്നു. ലോക്കി ഓടുന്നുണ്ടല്ലേ. ഓടുണ്ട്. ജോറങ്ങി എണീച്ചിട്ടെന്താ. നമ്മൾ ബ്രഷൊക്കെ ചെയ്തു. ഇനിയിപ്പൊ നമ്മൾ ചായ കുടിക്കാൻ നോക്കുവാന്ന്. ഷുട്ടുപ്പ് ഇപ്പത്ത് കുടിക്കൂലല്ലോ. ഇതിനിപ്പൊ പുട്ട് വേണോ? വേണ്ട, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കും. അമ്മയും അച്ഛമ്മയും ചായ കുടിക്കും അല്ലേ. അച്ചാച്ചൻ ചായ കുടിക്കണേ. അച്ചാച്ച ഇന്ന് നമുക്ക് പുട്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഞാനും അമ്മയും ഷുട്ടൂനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ കഴിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. കുറച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആൾ ഭയങ്കര ക്രാങ്കിയാണ്, എപ്പോഴത്തെയും പോലെ മര്യാദയ്ക്ക് കളിക്കാനും നിൽക്കൂല. അപ്പം നമ്മൾ പുട്ടും മുട്ടക്കറിയായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. മുട്ടക്കറിയും പുട്ട്. ചായയോ? അച്ഛമ്മേൻ്റെ ചായ അവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് അമ്മ നേരെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ഇന്നലെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഞണ്ട് കറി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രിയല്ലേ എത്തിയത്, അതുകൊണ്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെള്ളരിക്ക മോര് കറി ആക്കാൻ പറഞ്ഞു അമ്മ. അപ്പോൾ അതെല്ലാം എടുത്ത് അമ്മ സെറ്റാക്കി വെക്കുമായിരുന്നു. ചുട്ടു അച്ചാച്ചനെടുക്കുന്ന ഫോൺ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളരിക്ക മോര് കറി, പിന്നെ നമ്മുടെ ഞണ്ട് കറി, എന്താ ഫിഷ് കിട്ടുവാന്ന് നോക്കിയിട്ട് അതും കൂടെ ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആ തണുപ്പ്? അച്ഛമ്മ ഒന്ന് പോക്ക് ഈ കാണുന്നില്ല. ഓല് ചുട്ടോ ഷോ. അയ്യോ അയ്യോ ഫിജ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഞണ്ട് കറി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് നോക്കാൻ പറയായിരുന്നു, ചീത്തയൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളത്. നല്ല ഞണ്ടായിരുന്നു, എന്താ പറയുക, നല്ല ഇറച്ചിയുള്ള സൈസ് ഞണ്ട് കിട്ടി നമുക്ക്. എന്നറിയാം, നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി. ചുമ തോല് കളയുന്നുണ്ടോ? ഉണ്ടോ ചട്ടിയിൽ എന്നാ അറിയിച്ചിട്ടു ഞണ്ട് കറി. ഒരു ഊട്ടിക്കാരി വന്നിട്ടുണ്ട്. ഊട്ടിക്കാരി ഇതാരാ തൊപ്പിയിടുമ്പോഴേക്ക് ഡിമാൻഡായ. ഹായ് 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 ഗായ്സ്. ഊട്ടിയില്ല, നമ്മൾ ഊട്ടിയിൽ അമ്മയില്ലേ ആകാം. ആ ചുട്ടുവാക്കല്ലേ അമ്മ മുട്ട വെച്ചേ. ചുട്ടുവിന് ഞാൻ ഒരു മുട്ട വെച്ച് കുറച്ച് പിട്ടോള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലല്ല മത്തി. അമ്മ മീൻ മുറിക്കാൻ പോയ സമയത്ത് പിന്നെ ഞാനും ഷുട്ടുപ്പയും കൂടിയിട്ട് നമ്മൾക്ക് ബീട്രൂട്ടിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക വറവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ബീട്രൂട്ട് ആക്കാമെന്ന് വിചാരിച്ചത്. ഷുട്ടുവിന് ഇഷ്ടമാണ്, നമ്മളെല്ലാവരും കഴിച്ചോളും.
അങ്ങനെ ഇതാ നമ്മൾ രണ്ടുപേരും കൂടെ ആ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ ബീട്രൂട്ട് എല്ലാം റെഡിയായി. നമുക്ക് ഇന്നലത്തെ ഞണ്ട് കറി ബാക്കിയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫിഷ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ചുട്ടൂൻ്റെ ആയില്ല, ചുട്ടൂന് അച്ഛനായില്ല, വേണ്ട ഇവക്കല്ലേ വേണോ, അത് രാത്രി തിന്നാൻ. ഓക്കെ, അത് വേണ്ടേ. പിന്നെ നമ്മൾ വെള്ളരിക്ക മോര് കറിയാണ് വെക്കുന്നത്. അപ്പം നമ്മൾ വെള്ളരിക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചുട്ടു. പിന്നെ മുട്ട എന്നുണ്ടേ നമുക്ക് മുട്ട തിന്നണ്ട. തരൂല. താങ്ക് യു. ചിരിച്ച് ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒന്ന് ചിരിക്കോ, ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒന്ന് ചിരിക്കും. ചിരിക്കേ ചിരിക്കേ. ഓക്കെ ആയി. മീന് പിച്ച് പിച്ച് ബീറ്റ്റൂട്ട് പിച്ച് പിച്ച്. കിണറുണ്ട്, കിണറ് വേർത്തൊലിക്കുന്ന ചൂട്, ഭയങ്കര ചൂടുന്ന്. ചുട്ടു എന്റെ പേരെന്നാ? ഉപ്പ്. ഇതെന്തിനാണിപ്പോ കേറി പിടിക്കുന്നത് എന്റെ അമ്മേ? കയറി പോന്നേ എന്റെ അമ്മോ. ഞാൻ ഒടിഞ്ഞു പോട്ടാ. വടിയെടുത്തിട്ട് വരുന്ന, വടിയെടുത്തിട്ട് വരുന്ന. എടുത്തിട്ടില്ല, ചുട്ടു എത്തിച്ചില്ല. ഇങ്ങോട്ട് വാ, അനക്ക് അങ്ങ് നടക്കാൻ കഴിയില്ലെങ്കിൽ വാ. നമ്മളെ വെള്ളരിക്കറി ചുറ്റുനാണ്. വെള്ളരിക്കറി നല്ല കറിയാണ്. നമ്മളെ വെള്ളരിക്കറിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. അമ്മ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കടുകും കായ്മുളകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടാൻ പോവാണ്. പച്ചക്കറിയും പിന്നെ നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ വറവ് അതെല്ലാം അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ നേരെ നമ്മളെ ഫിഷ് ഫ്രൈ വെക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് ഇന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ചുട്ടൂന് വേണ്ടി മാത്രം കുറച്ച് 2 അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വെച്ച് സെറ്റാക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ളാകാൻ നിന്നില്ല. ഇവിടെ പിന്നെ അറിയാലോ, നമ്മൾ ചുട്ടുപ്പി ഒറ്റക്കായതുകൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ ചുറ്റും. അപ്പം ഇതാ പാല് കുടിച്ചിട്ട് ആളിതാ കിടക്കുന്നുണ്ട്. എടാ അമ്മേൻ്റെ കണ്ണട ഓൾറെഡി പൊട്ടിയതാ, അങ്ങനെ ചെയ്യില്ല പൊന്നാ. അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാവലെ വീട്ടിൽ പോകണം. ചുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം 20-ന് വരുന്നത്, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ പരിപാടിയൊക്കെ എവിടെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. നമുക്കപ്പം കേക്കിൻ്റെ പരിപാടിയൊക്കെ എവിടെ നിന്ന് കിട്ടുവാന്ന് നോക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുക്കാളിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം വടകര വേറെ ഏതെങ്കിലും വേറെ നല്ല ഷോപ്പ് ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. പിന്നെ വീട്ടിൽ പോകണം. കുറേ ദിവസമായി അമ്മ പോയിട്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഇതാ ഒരാൾ എൻ്റെ കണ്ണട getting 2 pieces പൊട്ടി. എന്താ ഇപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ കണ്ണട 2 പീസ് ആയിട്ടുണ്ട്. അയ്യോ പോയില്ലേ.
അയ്യോ പോയില്ലേ വക്കീലിന്റെ മോളെ വിളിച്ചാണ്. പാത്രം പോയിട്ട അത് പോട്ടെ വേണ്ട പോട്ടെ പോട്ടെ അമ്മേന്റെ ചായ അല്ല അത് ബീനാന്റെ ഇന്ത്യൻ. ഓ എന്റെ കപ്പല്ലേ അത്. അയ്യോ എന്താ ചെയ്യാ. ഞാൻ വിചാരിച്ചേ പറഞ്ഞു ഓളെ അമ്മേന്റെ കപ്പ അത്. അമ്മേ എന്തിനാ വിച്ചു എടുക്കുന്നേ? എന്റെ വിച്ചു കപ്പ എല്ലാം അടുക്കി പറക്കി വെക്കണ്ടേ നമുക്ക്. കപ്പയാ കപ്പ്. എന്റെ വിച്ചുന്റെ ചായ ബീനാൻറ്റി താഗ് അല്ലേ. ഇനി താ പറ. ബീനാൻറ്റി എവിടെ കൊണ്ടുപോവില്ലേ. ആ നുള്ളു നുല്ലു നുല്ലു വാവേന്റെ നുള്ളല്ല ബീനാൻറ്റി. ഇന്നലെ പാക്ക് ചെയ്തോണ്ടെന്ന് എല്ലാ സാധനത്തിലും എന്നെ കാണുന്നുണ്ടോ. എല്ലാ സാധനവും എടുത്ത് മടക്കി തിരിച്ചു വെക്കാന്ന് ഇതിൻ്റെ അകത്തെല്ലാം ഫുള്ള് കൊളാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം ഷുട്ട് വേവിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് ഷുട്ടൂൻ്റെ ഡ്രസ്സുകൾ അടുക്കിപ്പറിക്കി വെക്കാനാണ് ഭയങ്കര പാട്. എല്ലാം കൂടെ അങ്ങോട്ടേക്ക് എടുത്തു പോയി, അതുപോലെ തന്നെ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തു വന്ന് പിന്നെ എല്ലാം കൂടെ എടുത്തു വെക്കൽ ഒരു വലിയ ടാസ്ക്കാണ്. ഞാൻ അവൾക്ക് പിന്നെ നമ്മൾ ട്രൗസേഴ്സെല്ലാം വേറെ, ടോപ്പെല്ലാം വേറെ, അതുപോലെ ഫ്രോക്കെല്ലാം വേറെ, അങ്ങനെ തിരിച്ചാണ് വെക്കാറുള്ളത്. അങ്ങനെയാണെങ്കിലും മാത്രമല്ല നമുക്ക് എടുക്കാനും ഈസിയാണ്, എന്താ പറയുക കൊണ്ട് നടക്കാനും ഈസി ആയിരിക്കും. പച്ച അമ്മ അത് കളയട്ടെ. ഇതാ ബിനാൻറ്റി കൊടുക്കാം നമുക്ക് അതിൻ്റെ അകത്ത് ഇടാൻ. വേണ്ട നമുക്ക് വേസ്റ്റ് ബാസ്കറ്റ് ഇടാം പോയിട്ട്. ആ എവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഇടാം. അമ്മ ഇടാം. വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടുപോയി. ഇത് ചീത്തയാ, ഷുഗറിന്റെ വായിലാവൂലേ. വേസ്റ്റ് ബാസ്കറ്റിൽ വീനൊക്കെ കൊടുക്കണ്ട, നമുക്ക് വേസ്റ്റ് ബാസ്കറ്റ്. അത് വേസ്റ്റ് ബാസ്കറ്റ് ഇടുവാ. എന്നാ വാ വേസ്റ്റ് ബാസ്കറ്റ് നമ്മൾ വേസ്റ്റ് ബാസ്കറ്റ് ഇടട്ടെ. ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ ഷുട്ടൂന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അവൾക്ക് ഫുഡ് കൊടുത്ത് പെട്ടെന്ന് ഉറക്കി ഒന്ന് സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് വേഗം എണീച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇതാ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ഷുട്ടൂപ്പിനെ ഉറക്കി. ഇനിയിപ്പോൾ എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങി എണീച്ചിട്ടാകുമ്പം നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. വെള്ളരിക്ക കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഞണ്ട്,
ഫിഷ് ഫ്രൈ, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, ഇത്രയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ രണ്ടാളും ഇത് ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. എന്താ ചുട്ടും ഒരു ഫോണും കയ്യിലാക്കി ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകാൻ വേണ്ടി റെഡിയാണ്. അതിന് മുന്നേ എനിക്ക് ചുട്ടൂനൊരു ജ്യൂസാക്കി എടുക്കണം. ഇന്നലെ ഞാൻ വരുമ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ നട്ട്സൊക്കെ കൂട്ടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് അത് റെഡിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് റെഡിയായിട്ട് പോവാം. ഓക്കെ. അപ്പം ഞാൻ ഇതാ ഇവിടെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല നാടൻ മാങ്ങയാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇതാ കുറച്ച് പാല് ഞാൻ ചൂടാക്കി തണിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ്, ഒരു 4 ബദാം, 4 പിസ്താഷ്യോ, പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പ്, അങ്ങനെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതും എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ അടിച്ചെടുക്കുക ചെയ്യുക. എന്താ പറയുക, കുട്ടികൾക്ക് ഭയങ്കര നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെയിറ്റ് ലോസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇത് കൊടുത്താലും നല്ലതാണ്, നമ്മൾക്കും നല്ലതാണ്. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ഇത് അടിച്ചൊന്ന് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് പോകാൻ നോക്കട്ടെ. നല്ലൊരു നാടൻ മാംഗോസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും കിട്ടണമെന്നില്ല, എന്നാലും കിട്ടിയ നല്ലെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മളുടെ നാട്ടിൽ പിന്നെ മാങ്ങക്ക് വലിയ പഞ്ഞൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം എന്നാലും കിട്ടൽ ഭയങ്കര കുറവായിരുന്നു. കിട്ടിയതെല്ലാം മോശമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നേ ഷുട്ടൂന് കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് ആറ്റിയ പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്ന മനസ്സിലാവില്ല. അങ്ങനെ ഇതാ നമ്മൾ ചട്ടപ്പട്ടേന്ന് റെഡി ആയിട്ടുണ്ട്. ഷുട്ടുപ്പിനെ റെഡിയാക്കി. ഇനിയിപ്പം നേരെ പോകണം. പെട്ടെന്ന് റെഡിയായി ഞാൻ. പിന്നെ 2-3 വ്ളോഗായിട്ട് നിങ്ങൾ ഈ ഡ്രസ്സ് കാണുന്നുണ്ടാവും. വേറെ കൊണ്ടല്ല, നല്ല ഡ്രസ്സാണെങ്കിൽ ഞാൻ 2-3 തവണ ഇട്ടിട്ട് തന്നെ വാഷ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്യാനിടണം. അതുകൊണ്ട് ഇനി ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ നെറ്റിൽ സ്ക്രാച്ച് കണ്ടു ഗൈസ്. ഒന്നുമല്ല, ബാത്റൂമിൻ്റെ ഒന്ന് ഇടിച്ചതാണ്. നല്ല പണി പറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് കാണാം. ഞാൻ എല്ലാ സാധനങ്ങളൊന്നും എടുത്ത് വെക്കട്ടെ. ഇവിടെ ജ്യൂസൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഇങ്ങ് വാ, കം കം കം, ഇങ്ങോട്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം അച്ഛനും അമ്മേനെയും കാവലാക്കിയിട്ട് നമ്മൾക്ക് പരിപാടിയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാവിലെത്തി. പിന്നെ അവിടെ പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഷുട്ടൂൻ്റെ മൈൻഡ് മാറി. അങ്ങനെ ആളും കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും കുട്ടപ്പനും കൂടി മാത്രമായിരുന്നു ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവൾക്ക് ജ്യൂസ് മാത്രം എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം മാംഗോ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ട് നിന്നോളും വയറ്റിൽ. പിന്നെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ എന്തൊക്കെയോ കോപ്പറായും കാണിക്കായിരുന്നു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയ ആൾ പാല് എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജ്യൂസ് എടുത്താൽ കൊടുത്തു. ഭയങ്കര മടിയായിരുന്നു കുടിക്കാൻ. എങ്ങനെയൊക്കെയോ കുറച്ച് കുടിച്ചു. ബാക്കി പിന്നെ വീട്ടിലെത്തിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറി ഒരു റെസ്റ്റോറൻറ്റിൽ. ജസ്റ്റ് ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു. അതിനതാ കട്ട്ലേറ്റും വാങ്ങി, നല്ല സ്ട്രോങ് ചായയും വാങ്ങിച്ചു. ഞാനാണ് സ്ട്രോങ്ങിൻ്റെ ആൾ, ഞാൻ സ്ട്രോങ് ചായ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്നതിനിടയ്ക്കും ഇരിക്കുന്നതിനിടയ്ക്കും എല്ലാം ഒരാൾ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഷൂട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാമെന്നുള്ളൊരു ഡിസിഷനിലായിരുന്നു ഞാൻ. നമ്മൾ ഷുട്ടൂന് അച്ഛനും അമ്മേനെയും കൂടെ കാവിൽ വീട്ടിലാക്കിയിട്ട് നമ്മൾ മാത്രം പോകുന്നത്. അവളവിടെ കുട്ടികളെ കണ്ടാലും പിന്നെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഇനിയിപ്പം നമ്മളൊന്ന് പോയിട്ട് ഫസ്റ്റിൽ എൻ്റെ കണ്ണട ഒന്ന് നന്നാക്കാൻ കൊടുക്കണം. വേറെ ഫ്രെയിം നോക്കണം. എൻ്റെ പവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ശരിയാക്കിയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പം അതിലിടക്ക് കരിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ നിന്നിട്ടുണ്ട്. നമ്മൾ പോയിട്ട് തരാം.
നമ്മൾ ആദ്യം തന്നെ കണ്ണട റെഡിയാക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനിപ്പുറത്ത് തന്നെ വേറൊരു കേക്ക് ഷോപ്പും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു മിന്നായം പോലെ കണ്ടതാണ്, അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ കേക്കിൻ്റെ കണ്ണട ഷോപ്പിലെത്തി. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കണ്ടോ കേക്ക് സ്റ്റോറീസ്, അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. ഫുൾ വൈറ്റ് വേണ്ട. അല്ല ഇത് കുഴപ്പമില്ല, ഇത് മാറ്റി വെക്കാം. ഇത് നോക്കൂ. കണ്ണടയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ കേക്ക് സ്റ്റോറിലേക്ക് പോയി. അവരുടെ അടുത്ത് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണടയെല്ലാം കൊടുത്തു. താൽക്കാലികമായിട്ട് എൻ്റെ പൊട്ടിയ കണ്ണട ഞാൻ നന്നാക്കി സ്ക്രൂ ചെയ്ത് തന്നിട്ടുണ്ട് അവർ. കേക്കിൻ്റെ ഷോപ്പിലും കയറി. ഇനി വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ എവിടെ കയറാനാണ് പറഞ്ഞതെന്നാ. അയ്യോ കണ്ണട പോയി. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് ഏതാ നല്ല നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യണം. കുഴപ്പമില്ല, നോക്കട്ടെ. എന്തായാലും നമുക്ക് അടുത്ത ഷോപ്പിലെത്തിയിട്ട് കാണാം. കേക്ക് സ്റ്റോറീസ് എനിക്ക് അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഡിസൈൻസിന് അവർ അത്ര പറ്റില്ല ഇത്ര പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ നേരെ വടകര തന്നെയുള്ള മേവ്സ് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു അടിപൊളി കിട്ടില്ല കേക്ക് ഷോപ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ കിട്ടുന്നുള്ളത്. അതുപോലെ തന്നെ കിട്ടിയിട്ടും ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വീട്ടിലേക്ക് പോന്നാം. ചുട്ടു വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടെ. നമുക്ക് കേക്കിന്റെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മള് വടകര ആ റോഡിന് എന്താ പറയാ, അല്ല നാരായണ അതൊന്നും വേണ്ട. നാരായണ നഗര റോഡിലുള്ള മേവ് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് അവിടെയാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇരുവനക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയല്ല എന്നുള്ളത്. ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ പോയിട്ട് നേരെ അച്ഛനമ്മേനെയും ചുട്ടൂനെയും കൂട്ടിയിട്ട് പിന്നെ മുക്കാളി പോകും. കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് അവിടുന്ന് ചുട്ടൂപ്പി ചേച്ചീൻ്റെ ഏട്ടൻ്റെയും കൂടെ ഭയങ്കര തകൃതിയായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കായിട്ട് കുളിക്കാലോ വേഗം. നിങ്ങൾ വീണ് പോകും. Come, let's go.
നമ്മളങ്ങനെ ഇതാ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നൂസിനെ വിടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അവളും കൂടെ കൂട്ടി വണ്ടി കയറ്റി ആളെ വീട്ടിൻ്റെ മുന്നിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അവളുടെ മടിയിൽ കയറി ഇരിക്കുകയാണ് ആൾ. അവളെ ആകെ അത്രയേ ഉള്ളൂ, പക്ഷെ അവളോട് പറഞ്ഞാൽ സമ്മതിക്കില്ല ചുട്ടു. അങ്ങനെ ഇതാ നമ്മൾ അന്നൂസിനെ അവിടെ ഇറക്കി പിന്നെ നേരെ വീട്ടിലേക്ക് പോയില്ല. നമ്മൾ അച്ഛനും അമ്മേനെയും അവിടെ ഇറക്കിയിട്ട് എനിക്ക് ചുട്ടുവിന് കൊടുക്കാൻ ജ്യൂസിൻ്റെ സാധനങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും കുട്ടപ്പനും കൂടെ പോയി. ചുട്ടുവിനോട് അവിടെ നിൽക്കുന്നോന്ന് ചോദിച്ചു, പക്ഷെ ആൾ നിന്നില്ല, പിള്ളേരൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ കൂടെ തന്നെ വന്നു അവളും കൂടി. അത് നമ്മൾ അച്ഛനും അമ്മേനെയും വീട്ടിലാക്കി. നമുക്ക് ചുട്ടുപ്പിക്ക് ഫ്രൂട്ട്സ് ഒന്നുമില്ല, അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി ഇനി പഴിയൂർ പോകണം. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോവും. വായിലൊക്കെയല്ല ചിച്ചി. അപ്പം അതാണ് ഇനി അടുത്ത പരിപാടി. ചുട്ടൊക്കെ ഫിഷ് വാങ്ങിക്കണോ? എടാ നീ വായിലിട്ടിട്ടുണ്ടാ? അയ്യോ എന്നാന്ന് ചുട്ടാ. ഓക്കേ, ആദ്യം നമ്മളിതാ ക്യാരി ഫ്രഷിൽ പോയി കുറച്ച് അല്ലറ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ ഇവളെയും കൊണ്ട് പോയില്ല, കുട്ടപ്പനെയാണ് പറഞ്ഞു വിട്ടത്. ഇവളവിടെ പോയാൽ എല്ലാ സാധനവും വലിച്ചിടും, അതുകൊണ്ട് ഞാൻ പോയതേ ഇല്ല. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ നേരെ കുഞ്ഞിപ്പള്ളിയിലേക്കുള്ള ഫ്രൂട്ട്സ് കടയിലേക്ക് വന്നു. അവിടെ നിന്നാണ് എപ്പോഴും ചുട്ടൂന് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാറുള്ളത്. കുറച്ച് അത്യാവശ്യം നല്ല മോശമില്ലാത്ത രീതിയിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്. അങ്ങനെ അവിടെ പോയി കുറച്ച് ഓറഞ്ചും പിന്നെ നമ്മളെ വത്തക്ക പിന്നെ ഉറുമാമ്പഴം അങ്ങനെ കുറച്ച് അലർച്ചില സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നല്ല വിശക്കുണ്ട്, ഞാൻ നന്നായി ടയേർഡായിപ്പോയി, എന്താ അറിയില്ല. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, ഇനി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, കുറച്ചമ്മ ഷുട്ടിൻ്റെ കൂടെ കളിച്ച് ഉറങ്ങുന്നു, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എനർജി ഭയങ്കര കുറഞ്ഞു എനിക്ക്, വെള്ളം എടുക്കാൻ മറന്നു, അപ്പോൾ വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നാളത്തെ വീഡിയോ നാളെ കാണാം നമുക്ക്. എല്ലാവരും എന്തായാലും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.